Hey there, this is Archana and you are watching Speak E. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊനൗൺസ് എന്താണെന്നും പേഴ്സണൽ പ്രൊനൗൺസ് ഏതൊക്കെയെന്നും വിശദമായി പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് ആയ ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ തുടങ്ങിയവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം, നൗൺസിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇതൊരു ഫാമിലിയുടെ പിക്ചറാണ്. ഇവിടെ ആരെല്ലാം ഉണ്ട്? അച്ഛൻ, ഹി, അമ്മ, ഷീ, 2 കുട്ടികൾ, ഒരാൺകുട്ടി ഹി, ഒരു പെൺകുട്ടി ഷീ, അല്ലേ? സോ ബോയ് അല്ലെങ്കിൽ മാൻ ഇവരെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് ഹി. ഗേൾ അല്ലെങ്കിൽ വുമൺ ഇവരെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് ഷീ. ഹി അവൻ, ഷീ അവൾ. ഹി ഈസ് എ ബോയ്, അവൻ ഒരാൺകുട്ടിയാണ്. ഷീ ഈസ് എ ഗേൾ, അവൾ ഒരു പെൺകുട്ടിയാണ്. ഇനി നമുക്ക് നമ്മളെക്കുറിച്ച് സ്വയം പറയാൻ ഏത് പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുന്നത്? ഐ, ഞാൻ. I am a girl, ഞാനൊരു പെൺകുട്ടിയാണ്. I am a boy, ഞാനൊരു ആൺകുട്ടിയാണ്. ഇനി ജീവനില്ലാത്ത വസ്തുക്കൾ, പിന്നെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയെക്കുറിച്ച് പറയാൻ ഏത് പ്രൊനൗൺ ആണ് ഉപയോഗിക്കുന്നത്? അറിയാമോ? ഇറ്റ്. ഇറ്റ് എന്നാൽ അത്. ഇറ്റ് ഈസ് എ കൗ, അതൊരു പശുവാണ്. ഇറ്റ് ഈസ് എ ബുക്ക്, അതൊരു പുസ്തകമാണ്. ഇനി യു, വി, ദേ എന്നീ പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത് എവിടെയെന്ന് മനസ്സിലാക്കാം. യു എന്നാൽ നിങ്ങൾ, വി ഞങ്ങൾ, ദേ അവർ. യു ആർ എ ഗുഡ് സ്റ്റുഡന്റ്, നിങ്ങൾ ഒരു നല്ല വിദ്യാർത്ഥിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയണം, നീ എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ഏത് പ്രൊനൗൺ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? യു അല്ലേ? യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. ഇനി വി ഓ ദേ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാം. വി ഞങ്ങൾ, വി ആർ ബോയ്സ്, ഞങ്ങൾ ആൺകുട്ടികളാണ്. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. നമ്മളടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ പറയാൻ വേണ്ടിയാണ് നമ്മൾ വി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ദേ. ദേ എന്നാൽ അവർ. നമ്മളിൽ നിന്ന് ദൂരെയോ അല്ലെങ്കിൽ മാറിയോ ഉള്ള ഒരു ഗ്രൂപ്പിനെ പറയാനാണ് ദേ ഉപയോഗിക്കുന്നത്. ദേ ആർ സിസ്റ്റേഴ്സ്, അവർ സഹോദരിമാരാണ്. ദേ എന്ന പ്രൊനൗൺ ആനിമൽസിന്റെ ഗ്രൂപ്പിനെ പറയാനും ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, Kitty is playing with a yarn. Simma is playing with a yarn. Kitty and Simma are playing with a yarn. They are playing with a yarn. So, ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഹി അവൻ, മെയിലിനെ അതായത് ഒരു ബോയിയോ അല്ലെങ്കിൽ മാനിനെയോ പറയാനാണ് നമ്മൾ ഹി എന്ന പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഷീ അവൾ, ഒരു ഫീമെയിലിനെ അതായത് ഒരു ഗേളിനെയോ അല്ലെങ്കിൽ ഒരു വുമണിനെയോ പറയാനാണ് ഷീ എന്ന പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ് അത്, ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഇറ്റ്. ഐ ഞാൻ, നമുക്ക് നമ്മളെക്കുറിച്ച് സ്വയം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് ഐ. വി ഞങ്ങൾ, നമ്മൾ അടങ്ങിയ ഒരു കൂട്ടത്തെ ഒരു ഗ്രൂപ്പിനെ പറയാൻ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് വി. ദേ അവർ, നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ദൂരെയുള്ള ഒരു ഗ്രൂപ്പിനെ പറയാനാണ് ദേ എന്ന പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിവയൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, ഡാഷ് ഈസ് എ ടീച്ചർ. ഇവിടെ വുമൺ ആണ്, അതുകൊണ്ട് എന്താണ് എഴുതേണ്ടത്? ഷീ. യെസ്, ഷീ ഈസ് എ ടീച്ചർ. Second,
ഡാഷ് ഈസ് എ ഡോക്ടർ. ഇവിടെ ഒരു മെയിൽ ഡോക്ടറിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഹി ഈസ് എ ഡോക്ടർ. തേർഡ് വൺ, ഡാഷ് ഈസ് എ കാർ. യെസ്, ഇറ്റ് ഈസ് എ കാർ. ഫോർത്ത് വൺ, ഡാഷ് ആർ tigers. Options: they, I, he. Yes, they are tigers. Fifth one, dash are doctors. Options: you, it, we. ഇവിടെ ഡോക്ടേഴ്സ് പ്ലൂറൽ ഫോം ആണ്. അപ്പൊ ഏതായിരിക്കും? യെസ്, we are doctors. Sixth one, dash am a boy. Options: I, you, she. ഇവിടെ ഏത് pronoun ആയിരിക്കും? യെസ്, I am a boy. സോ ഏവർക്കും ഇത് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു. താങ്ക്സ് ഫോർ വാച്ചിങ്.